നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്താണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയത്. ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ്. ആറ്റത്തിൻ്റെ ഭാരം എന്തിൽ പറഞ്ഞാൽ, ഗ്രാമിൽ പറഞ്ഞാൽ അത് ഗ്രാം അറ്റോമിക് മാസ്. ആറ്റത്തിൻ്റെ അല്ല, മോളിക്യൂളിൻ്റെ ഭാരമാണ് പറയുന്നതെങ്കിൽ അതെന്ത്, ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വ്യക്തമായ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നമുക്കറിയാം. ഏതൊരു ആറ്റം എടുത്താലും ആ ആറ്റത്തിനകത്ത് അതിൻ്റെ തന്നെ ഗ്രാം അറ്റോമിക് മാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര മോൾ സബ്സ്റ്റൻസ് ഉണ്ടാവും, എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും, എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും, 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതായത് ഏതൊരു ആറ്റവും, ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ 1 ഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റമാണ് എടുത്തത്. വ്യക്തമായി ശ്രദ്ധിക്കേണ്ടത്, ഹൈഡ്രജൻ ആറ്റം എടുക്കുമ്പോൾ ഇത്രയും ആറ്റംസ് അതിനകത്തുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്ന വസ്തു എടുക്കുമ്പോൾ അതിനകത്ത് എത്രയും ആറ്റം, 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റം അതിനകത്ത് ഉണ്ടാവും. എന്നാൽ ഹീലിയമാണ് എടുക്കുന്നതെങ്കിൽ അത് എത്ര എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. 4 ഗ്രാം എടുക്കുമ്പോൾ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റം വരും. ആറ്റം, കാരണം എന്തുകൊണ്ട് ആറ്റം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ഹീലിയം ഒരു ആറ്റമാണ്. അതുകൊണ്ട് ഇവിടെ നമ്പറിൻ്റെ കൂടെ എന്ത് പറയാം, ആറ്റം പറയാം കേട്ടോ. എന്നാൽ നമ്മൾ ഇതേപോലെ വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ, വാട്ടർ ആണെങ്കിൽ 18 ഗ്രാം എടുക്കണം, റൈറ്റ്. അതെടുക്കട്ടെ, വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് 18 ഗ്രാമാണ്. അത്രയും എടുക്കുമ്പോഴാണ് അതിനകത്ത് ഇത്രയും അവോഗഡ്രോ സംഖ്യ വരുന്നത്. പക്ഷേയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ കിട്ടുന്ന എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ മോളിക്യൂളാണ്. കാരണം എന്താണ്, H2O മോളിക്യൂൾ അല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ നമ്മളെന്ത് പറയും, മോളിക്യൂൾസ്. ഇവിടെ എന്താ പറഞ്ഞു, ആറ്റംസ്. ഇവിടെ ആറ്റംസ്. എന്തുകൊണ്ടാണ് ഇവിടെ ആറ്റം എന്ന് പറയാനുള്ള കാരണം, ആറ്റത്തിൻ്റെ അകത്തുള്ള എണ്ണമായതുകൊണ്ട് ആറ്റം എന്ന് പറഞ്ഞു. മോളിക്യൂൾ ആയതുകൊണ്ട് അതിനെന്തെന്ന് വിളിച്ചു, മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കേട്ടോ. അവോഗഡ്രോ മോളിക്യൂൾസ്. ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഇവിടെ വ്യക്തമായി ഇത് മനസ്സിലാക്കി പോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ്, ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അതിനകത്ത് ഇതേപോലെ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാകും. അതേപോലെ അതെന്തുവാണത്, മോളിക്യൂൾസ് ആയിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ ആറ്റം അല്ല, മോളിക്യൂൾസ് ആയിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ എടുത്തിരിക്കുന്നത് മോളിക്യൂൾ ആയതുകൊണ്ട്, റൈറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് പറയാൻ പോകുന്നത്, അതായത് ഇതിനകത്ത് ഓരോന്നിനകത്തും എത്ര എണ്ണം GAM ഉണ്ട്, GMM ഉണ്ട്, ഗ്രാം അറ്റോമിക് മാസ് ഉണ്ട്, ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തേൽ പറയാം, ഹൈഡ്രജനകത്ത് 1 ഗ്രാം ഹൈഡ്രജൻ എടുക്കുമ്പോൾ അതിനകത്ത് 1 GAM ഉള്ളൂ, എണ്ണമാണ് ഇവിടെ പറയുന്നത്. എണ്ണത്തിന് യൂണിറ്റ് ഇല്ല. എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 1 GAM. കാരണം ഒരു ഹൈഡ്രജൻ്റെ ഭാരം എത്രയാണ്, 1 ഗ്രാമാണ്. നമുക്കറിയാം ഹീലിയം ആണെങ്കിൽ എത്ര GAM, 1 GAM. എന്തുകൊണ്ട് 1 ആയി, കാരണം 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുമ്പോൾ മാത്രമേ ഒരു ഹീലിയം ഉണ്ടാവുന്നുള്ളൂ, ഒരു ഹീലിയം ആറ്റം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് എത്ര GAM, ഒരു GAM സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ GAMകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം അതിലോട്ട് നമുക്ക് കിടക്കാം. എങ്ങനെയാണ് GAMകളുടെ എണ്ണം, നമ്പർ ഓഫ് GAM എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ്, നമ്പർ ഓഫ് GAM. അപ്പം ഓരോ വസ്തുവിനകത്തുള്ള നമ്പർ ഓഫ് GAM എങ്ങനെ കണ്ടെത്താം, നമ്പർ ഓഫ് GAM ഗ്രാം അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞിരിക്കുന്നുള്ളൂ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഞാനിവിടെ എടുക്കുന്നു 24 ഗ്രാം കാർബൺ എടുത്തിരിക്കുന്നു, റൈറ്റ്. 24 ഗ്രാം കാർബൺ. അപ്പോൾ നമുക്ക് അല്ലാതെ പറഞ്ഞു നോക്കാം, എന്നിട്ട് നമുക്ക് ഇക്വേഷനിലോട്ട് കൊണ്ടുവരാം. 24 ഗ്രാം കാർബൺ എന്ന് പറയുമ്പോൾ എത്ര അവോഗഡ്രോ, നമുക്ക് എത്ര ഗ്രാം 24 ഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കറിയാം കാർബണിൻ്റെ ഭാരം എത്ര ഗ്രാമാണ്, കാർബണിൻ്റെ ഭാരം 12 ഗ്രാമാണ് അല്ലേ. അപ്പം കാർബണിൻ്റെ ഭാരം, ഒരു സിംഗിൾ കാർബണിൻ്റെ ഭാരം നമുക്കറിയാം, കാർബണിൻ്റെ ഭാരം 12 ആണ്. 12 എന്താണ്, ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള അവോഗഡ്രോ നമ്പർ എത്രയായിരിക്കും, 12 ഗ്രാമിനകത്ത് എത്രയുണ്ട്, 6.022 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24 ഗ്രാമിനകത്ത് എത്ര കാണും, അതിൻ്റെ ഇരട്ടി അല്ലേ. 12ൻ്റെ ഇരട്ടിയിൽ 24. അപ്പം വരുമ്പോൾ എത്ര, 2 × അവോഗഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. നോക്കാം. അല്ലെങ്കിൽ ഇത് ആറ്റമാണ്, അപ്പോൾ ആറ്റം ഉണ്ടാവും. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഇവിടെ നിന്ന് എങ്ങനെ നമ്പർ ഓഫ് ജി എം കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ജി എം ഇസ് ഈക്വൽ ടു ഗിവൺ മാസ്. എത്രയാണ് ഗിവൺ മാസ്? 12. ഗിവൺ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 24 ഭാഗം എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 12 ഗ്രാം ചെയ്യുമ്പോൾ 2 GAM കിട്ടും. അതായത് ഇതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, നമ്മൾ കാർബൺ ആറ്റം എടുക്കുമ്പോൾ എത്ര 24 ഗ്രാം കാർബൺ ആറ്റം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. മനസ്സിലാവും? അതാണ് ഈ 2 GAM എണ്ണം. രണ്ടെണ്ണം കാർബൺ ഉണ്ടാവും. മനസ്സിലാവും? ഇപ്പോൾ ഇതാണ് 24 ഗ്രാം കാർബൺ എന്ന് കൺസിഡർ ചെയ്യുക. റൈറ്റ്, 24 ഗ്രാം കാർബൺ എടുക്കാൻ നേരത്ത് അതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ അതിനകത്ത് ഉണ്ടാവും. ശരിയല്ലേ? ഒരു കാർബണിൻ്റെ ഭാരം 12, മറ്റേ കാർബണിൻ്റെ ഭാരം 12 കൂട്ടുമ്പോൾ 24 കിട്ടൂലേ? കിട്ടും. മനസ്സിലാവും? ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നമ്പർ ഓഫ് ജി എം കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. 64 ഗ്രാം സൾഫർ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതെല്ലാം ആറ്റങ്ങളാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമ്പർ ഓഫ് ആറ്റം നമുക്ക് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ പറ്റും. എന്താ കാരണം? GAM എന്നാണ്, അറ്റോമിക് മാസ് എന്നാണ്. അപ്പം ഇനി നമ്പർ ഓഫ് GAM എങ്ങനെ പിടിക്കാം? നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഗിവൺ മാസ്, ഞാൻ ചുരുക്കി GM ആക്കി, ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. എന്തുകൊണ്ട് ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു? ഇവിടെ ആറ്റം ആയതുകൊണ്ട്. ആരെ ഇവിടുത്തെ ആറ്റം? സൾഫർ ആറ്റം. മനസ്സിലാവും? എത്ര ഗ്രാം എടുത്തിട്ടുണ്ട്? 64 ഗ്രാം. അപ്പോൾ ഗിവൺ മാസ് എത്ര? 64 ഭാഗം സൾഫറിൻ്റെ ഭാരം എത്ര? നമുക്കറിയാം സൾഫറിൻ്റെ ഭാരം 32 ഗ്രാമാണ്. 32 ഗ്രാം സമം എത്ര? 2 GAM. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ എത്ര സൾഫർ ഉണ്ടെന്ന അർത്ഥം? 2 സൾഫർ ആറ്റം, 2 ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പം അത് 2 GAM ഉണ്ടെന്നാണ് പറയുന്നത്. 2 GAM ഗ്രാം അറ്റോമിക് മാസ്. ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഒരു കാൽക്കുലേഷൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിരിക്കുന്നത് 16 ഗ്രാം ഹീലിയമാണെന്ന് കൺസിഡർ ചെയ്യുക. ഇതെല്ലാം ആറ്റമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എത്ര? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എത്ര? എത്രയേ ഉള്ളൂ? ക്വസ്റ്റ്യൻ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഗിവൺ മാസ് എത്ര? 16. ഗ്രാം അറ്റോമിക് മാസ് എത്ര? 4. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 4 GAM. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം 4 GAM. അപ്പം ഗ്രാം അറ്റോമിക് മാസ് എത്ര എണ്ണം ഉണ്ട്? അതിൻ്റെ അർത്ഥം എന്താണ്? എത്ര ഹീലിയം ഉണ്ട് 16 ഗ്രാമിനകത്ത്? 4 ഹീലിയം ഉണ്ട്. ശരിയല്ലേ? ഒരു ഹീലിയത്തിൻ്റെ ഭാരം 4, അടുത്ത ഹീലിയത്തിൻ്റെ ഭാരം 4, അടുത്ത ഹീലിയത്തിൻ്റെ ഭാരം 4, അടുത്ത ഹീലിയത്തിൻ്റെ ഭാരം 4. ഈ 4 എല്ലാം കൂട്ടുമ്പോൾ എത്ര വരും? 16. അതല്ലേ ശരി? അത് 16 ഗ്രാം ഹീലിയം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ഹീലിയം ഉണ്ടാവും? 4 ഹീലിയം മോളിക്യൂൾസ് അല്ലെങ്കിൽ ഹീലിയം ആറ്റംസ് ഉണ്ടാവും. അതായത് 4 GAM ഉണ്ടാവും. 4 GAM ഉണ്ടാവും എന്നാണ് പറയുന്നത്. GAM. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതെന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് ചോദ്യം എങ്ങനെയായിരിക്കും? ഫൈൻഡ് ഔട്ട് ദ GAM എന്നല്ല, നമ്പർ ഓഫ് GAM എന്ന് കൊടുക്കണം. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് GAM എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം. എന്നാൽ ഫൈൻഡ് ഔട്ട് ദ GAM എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം അറ്റോമിക് മാസ്. അതായത് ഒരു മോളിക്യൂളിൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. അതായത് നമ്പർ ഓഫ് GAM വ്യത്യസ്തമാണ്. വെറും GAM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഉദാഹരണത്തിന് ഹൈഡ്രജൻ്റെ GAM എത്ര എന്ന് പറയുമ്പോൾ 1 ഗ്രാം എന്ന് പറയും. ഹീലിയത്തിൻ്റെ GAM എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എത്ര? 4 ഗ്രാം എന്ന് പറയും. ഓക്സിജൻ്റെ GAM എത്ര എന്ന് നോക്കിയാൽ നമ്മൾ പറയും 16 ഗ്രാം എന്ന് പറയും. മനസ്സിലാവും? എന്നാൽ നമ്പർ ഓഫ് GAM എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് GAM കിട്ടും. ഇങ്ങനെയാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ്. വെറും ഗ്രാം മോളിക്കുലാർ മാസ് ആണെങ്കിൽ ഇവിടുത്തെ ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര കാർബൺ? ഒരു കാർബണിൻ്റെ ഭാരം 12 ഗ്രാം പ്ലസ് 2 ഓക്സിജൻ, ഒരു ഓക്സിജൻ്റെ ഭാരം 16 സമം എത്ര? 12 പ്ലസ് 32 സമം 44 ഗ്രാം. ഇതെന്താണ്? വെറും ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ്. എന്നാൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വസ്തു തന്നിരിക്കും. ഇപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്.
നമുക്ക് തന്നിരിക്കുന്നു 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഞാൻ മനസ്സിലായി കരുതുന്നു 88 ഒരു ബലൂൺ എടുത്തു. ആ ബലൂണിനകത്ത് എൻ്റെ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എത്ര ഗ്രാം ഉണ്ട് മക്കളെ? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ആ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ്, എണ്ണം, നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് GMM ഗ്രാം മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. എന്താ പറയുന്നത്? നമ്പർ ഓഫ് GMM ഗ്രാം മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. എന്താണ് ഗിവൺ മാസ്? ഇവിടെ തന്നിരിക്കുന്ന ഭാരം അത്രയാണ്. തന്നിരിക്കുന്ന ഭാരം മലയാളത്തിൽ ഇങ്ങനെ പറയാം, തന്നിരിക്കുന്ന ഭാരം ഭാഗം തന്മാത്രകളുടെ ഭാരം, അല്ലെങ്കിൽ ഗ്രാം തന്മാത്രകളുടെ ഭാരം. അപ്പം എങ്ങനെയാണ് തന്നിരിക്കുന്ന ഭാരം? ഗിവൺ മാസ് തന്നിരിക്കുന്ന ഭാരം 88 ഭാഗം GMM. എങ്ങനെയാണ് ഇതിൻ്റെ GMM കണ്ടുപിടിക്കണം? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ GMM കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞു എത്രയാണ്? 44 സമം എത്ര? 2 GMM. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഇല്ലല്ലോ, നോക്കിക്കോ. ഇതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ ഇതിനകത്ത് ആ ബലൂണിനകത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കാണും? 2 കാർബൺ ഡൈ ഓക്സൈഡ് കാണും. അതാണ് നമ്പർ ഓഫ് GMM. റൈറ്റ്. അപ്പം അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. ചോദ്യം ഇതാണ്: 64 ഗ്രാം SO2 വാതകം, ഗ്യാസ്, 64 ഗ്രാം SO2, അതിനകത്ത് എത്ര GMM ഉണ്ട്? എന്തുകൊണ്ട് ഇവിടെ GMM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു? കാരണം അത്രയേ ഉള്ളൂ, ഇതിനകത്ത് എന്തേ ഉള്ളൂ? മോളിക്കൂളല്ലേ ഉള്ളൂ, മോളിക്കൂളല്ലേ തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ GMM കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നോക്കാം നമുക്ക്. നമ്പർ ഓഫ് GMM is equal to എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇവിടെ ഗിവൺ മാസ് എത്രയാണ്? ഗിവൺ മാസ് 64 ഭാഗം സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ GMM കണ്ടുപിടിക്കണം. അപ്പം GMM ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് സമയം എത്ര? ഒരു സൾഫറിൻ്റെ ഭാരം 32 പ്ലസ് 2 ഓക്സിജൻ്റെ ഭാരം, ഒരു ഓക്സിജൻ്റെ ഭാരം 16. 32 പ്ലസ് 32 സമം 64 ഗ്രാം. അതാണ് അതിൻ്റെ GMM. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് GMM എത്ര? 64 ചെയ്യുമ്പോൾ എത്ര? 1. കണ്ടോ? 64 ഭാഗം 64 ചെയ്യുമ്പോൾ എത്ര? 1 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ബലൂണിനകത്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ കൺസിഡർ ചെയ്യുക. സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. എത്ര ഗ്രാം? 64 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ എത്ര സൾഫർ ഡൈ ഓക്സൈഡ് അതിനകത്ത് കാണും? ഒരേ ഒരു സൾഫർ ഡൈ ഓക്സൈഡ് മാത്രമേ കാണൂ അതിനകത്ത്. അതാണ് നമ്പർ ഓഫ് GMM എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിനകത്ത് എത്ര സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറെ കാൽക്കുലേഷനിലോട്ട് പോകാം. ഒരു കാൽക്കുലേഷൻ പറയാം. ഇനി ചോദ്യം ഇതാണ്. ചോദ്യം നമ്പർ 3 ഇങ്ങനെയാണ്: 34 ഗ്രാം അമോണിയ അല്ലേ, അതിനകത്തുള്ള നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് GMM is equal to given mass divided by gram molecular mass. given mass divided by gram molecular mass. ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് അതിന് മുമ്പ് ഗ്രാം മോളിക്കുലാർ മാസ് അറിയാം. ഗിവൺ മാസ് നമുക്കറിയാം എത്രയാണ്? 34 ഭാഗം ഗ്രാം മോളിക്കുലാർ മാസ്. അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ട്. അപ്പോൾ GMM ഓഫ് NH3 GMM കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 1 × 14 + 3 × 1 സമം എത്ര? 14 + 3 സമം എത്ര? 17 ഗ്രാം. അപ്പോൾ എത്ര? 17 ഗ്രാം. ചെയ്യുമ്പോൾ 34 ഗ്രാം ഭാഗം 17 ഗ്രാം എത്ര? 2 GMM. 2 എണ്ണം ഉണ്ട്. അതായത് 34 ഗ്രാം അമോണിയ എടുക്കാൻ നേരത്ത് അതിനകത്ത് എത്ര? 2 GMM എന്തുണ്ട്? അമോണിയ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 GMM 2 അമോണിയ മോളിക്കൂൾ അതിനകത്തുണ്ട് എന്നർത്ഥം. ഓക്കെ. അപ്പം ഇതാണ് നമ്പർ ഓഫ് GMM നമ്പർ ഓഫ് GAMM കണ്ടുപിടിക്കാനുള്ള രീതി. ഇനി നമുക്ക് ഇതിനകത്തുള്ള നമ്പർ ഓഫ് GAMനകത്തുള്ളതും ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം, മോളിക്കൂളിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്താം, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഹൗ ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ആറ്റം പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് നോക്കാം നമുക്ക്. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ആറ്റം പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ്. നോക്കിയോ, നമ്പർ ഓഫ് ആറ്റം ഇൻ ദ ഫോളോയിങ്. ഫൈൻഡ് ഔട്ട് കൊടുക്കാം. ഫൈൻഡ് ഔട്ട്
നമ്പർ ഓഫ് ആറ്റം, ഓരോന്നിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത ഗ്രാം തന്നെ എടുക്കാം. 8 ഗ്രാം ഹീലിയം ഉണ്ട്. ഹീലിയം ആറ്റമാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹീലിയം എന്താ എടുത്തിരിക്കുന്നത്? ഞാൻ 8 ഗ്രാം ഹീലിയം ആറ്റമാണ് എടുത്തിരിക്കുന്നത്. ആ ഹീലിയം ആറ്റത്തിനകത്ത് ആറ്റങ്ങളുടെ എണ്ണം, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് ആണ് ആറ്റങ്ങൾ, ഇതിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് നമുക്കറിയാം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് GAM ഇസ് ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ എന്താണ് ഗിവൺ മാസ്? തന്നിരിക്കുന്ന ഭാരം 8 ഭാഗം ഗ്രാം അറ്റോമിക് മാസ് എത്ര? 4. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 GAM കിട്ടും. ഇനി ചോദ്യം എങ്ങനെയാണ്? ചോദ്യം തീർന്നില്ല. എന്താണ് നമ്പർ ഓഫ് ആറ്റം? ഇതിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ എണ്ണത്തിനോടൊപ്പം എന്ത്? അവോഗാഡ്രോ സംഖ്യ ഗുണിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് ആറ്റമാണ്. അതെങ്ങനെ മനസ്സിലാവും നമ്പർ ഓഫ് ആറ്റം ആണെന്ന്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഹീലിയം ആറ്റം ആയതുകൊണ്ടാണ് നമ്മൾ GAM എടുത്തത്. ഇനി GAM ആയതുകൊണ്ടാണ് അതിനോടൊപ്പം എന്ത് ഗുണിച്ചത്? അവോഗാഡ്രോ നമ്പർ ഗുണിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ആറ്റം. അതായത് ഇവിടെ ചെയ്ത കാൽക്കുലേഷൻ ഇത്രയേ ഉള്ളൂ. 8 ഗ്രാം ഹീലിയമിൻ്റെ ഉണ്ട്. ഇത് 8 ഗ്രാം ഹീലിയം. ചോദ്യം ഇതായിരുന്നു, ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നോക്കാം. നമുക്കറിയാം 8 ഗ്രാം ഹീലിയത്തിനകത്ത് എത്ര ഹീലിയം ഉണ്ട്? അപ്പം 2 എണ്ണം ഉണ്ട് അല്ലേ? 2 GAM അത് 2 ഹീലിയം. അത് 2 ഹീലിയം ഇതിനകത്തുണ്ട്. 2 ഹീലിയം ഉണ്ട്. ആ ഹീലിയത്തിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഹീലിയത്തിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ഹീലിയത്തിനകത്ത് 4 ഗ്രാം ഹീലിയത്തിനകത്ത് നമുക്കറിയാം 6.022 ഉണ്ട്. ഇതിനകത്ത് 6.022 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര എണ്ണയാണ്? 4 ഗ്രാം ഉണ്ട്. അപ്പോൾ 6.022 ഉണ്ട് തന്നെ. അതായത് മൊത്തത്തിൽ എത്ര ആറ്റം? നമ്പർ ഓഫ് ആറ്റം എത്ര? 2 ഇൻറ്റു 2 എണ്ണം ഉണ്ട് അല്ലേ? 2 ഹീലിയത്തിനുണ്ട്. അപ്പോൾ 2 ഇൻറ്റു അവോഗാഡ്രോ സംഖ്യ. 2-നകത്ത് അവോഗാഡ്രോ സംഖ്യ ഉണ്ടല്ലോ, അതാണ് അവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്പർ ഓഫ് ആറ്റം എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം നിങ്ങൾ? ഇങ്ങനെ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റം ഇസ് ഈക്വൽ ടു GAM ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ കൂടി ചെയ്യാം. അപ്പോൾ നോക്കിയോളൂ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 32 ഗ്രാം ഓക്സിജൻ ആറ്റം. ശ്രദ്ധിക്കേണ്ട കാര്യം 38 ഗ്രാം ഓക്സിജൻ ആറ്റമാണ്. അപ്പം 38 ഗ്രാം ഓക്സിജൻ ആറ്റത്തിനകത്ത് എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് GAM ഇസ് ഈക്വൽ ടു എത്ര? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. എന്തുകൊണ്ട് അറ്റോമിക് മാസ്? ആറ്റമാണ്, അതുകൊണ്ട് ഗ്രാം അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ എത്ര? ഗിവൺ മാസ് എത്ര? 32 ആണ്. ഓക്സിജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് നമുക്കറിയാം. ഒരു ഓക്സിജൻ്റെ ഭാരം 16 ആണ്. 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 GAM. ഇപ്പോൾ എന്ത് കിട്ടി? 2 GAM എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ആറ്റം അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ആറ്റം ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഒരു ഓക്സിജനകത്ത് 6.022 ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ ആകുമ്പോൾ 2 ഇൻറ്റു 6 പോയിൻറ്റ്. അപ്പോൾ എത്രയേ ഉള്ളൂ? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ്. 3 ആണ് എൻ്റെ ആൻസർ. അതായത് ഇവിടെ ഞാൻ എത്ര ഗ്രാം എടുത്തിരിക്കുന്നു? ഇപ്പോൾ ഹീലിയം അല്ല എടുത്തിരിക്കുന്നത്, 32 ഗ്രാം ഓക്സിജൻ എടുക്കുമ്പോൾ ഇതിനകത്ത് എത്ര ഓക്സിജൻ ഉണ്ട്? അതിനകത്ത് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ. ഒരു ഓക്സിജൻ 2 ഓക്സിജൻ. ഒരു ഓക്സിജനകത്തുള്ള പാർട്ടിക്കിൾസ് എണ്ണം അറിയാം, അടുത്ത ഓക്സിജനകത്തുള്ള പാർട്ടിക്കിൾസ് എണ്ണം അറിയാം. അപ്പോൾ ഇത് 2 ഇൻറ്റു ആ പാർട്ടിക്കിളുടെ എണ്ണം. ഇങ്ങനെയാണ് നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ മോളിക്യൂൾ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ എപ്പോഴും നമുക്കൊരു തന്നിരിക്കുന്ന മോളിക്യൂളിനകത്തുള്ള മോളിക്യൂൾ കണ്ടുപിടിക്കാൻ പറ്റും, ആറ്റത്തിനകത്തുള്ള മോളിക്യൂൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുക, നമ്പർ ഓഫ് മോളിക്യൂൾ, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു വസ്തു തന്നിരിക്കുന്നു, ഒരു മോളിക്യൂൾ തന്നിരിക്കുന്നു, അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. ഒരു മോളിക്യൂൾ തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ തന്നിരിക്കുകയാണ്, 44 ഗ്രാം CO2. ഇതൊരു മോളിക്യൂളാണ്. കാരണം ഇതൊരു മോളിക്യൂൾ ആണെങ്കിൽ മാത്രമേ അതിനകത്തുള്ള മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറ്റും. തന്നെ ഇതൊരു മോളിക്യൂളാണ്. അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇതിൻ്റെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ്
ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ്. എന്തുകൊണ്ട് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് കൊടുത്തു? കാരണം ഇത് മോളിക്കൂളാണ്. നേരത്തെ ആറ്റം ആയിരുന്നു, അതുകൊണ്ട് ഗ്രാം അറ്റോമിക് മാസ് എന്ന് കൊടുത്തു. ഇത് ആറ്റം അല്ല, മോളിക്കൂളാണ്. ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. അത് നമുക്ക് ഇക്വേഷൻ അറിയാം. ചെയ്യണം. ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കി. 44 ഭാഗം നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഭാരം എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കാർബണിൻ്റെ ഭാരം 12, 2 ഓക്സിജൻ്റെ ഭാരം 32, 32 12 കൂട്ടുമ്പോൾ 44. അപ്പോൾ 44 ഗ്രാം സമം എത്ര? 1 GMM. അതായത് ഇത്രയുള്ള അർത്ഥം 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ നേരത്ത് ശ്രദ്ധിച്ച് കേട്ടോണം. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിരിക്കുക. അതിനകത്ത് ആ എടുക്കാൻ സമയത്ത് ഇതിനകത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? ഒരേ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കൂൾ മാത്രമേ ഉണ്ടാവും. ഒരേ ഒരു മോളിക്കൂൾ. ഒരു മോളിക്കൂൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 44 ഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര തന്നെയാണ്? അവോഗാഡ്രോ നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ്? 1 × 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. 1 × 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഇത്രയും അവോഗാഡ്രോ നമ്പർ അതിനകത്ത് ഉണ്ടാവും. അതായത് ഇത്രയും മോളിക്യൂൾസ് അതിനകത്ത് ഉണ്ടാവും. ഇനി നമ്മൾ വേറെ കാൽക്കുലേഷൻ നോക്കാം. വേറെ കാൽക്കുലേഷനാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. 180 ഗ്രാം ഓഫ് C6H12O6 ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് ഞാൻ ആൾറെഡി പറയുന്നു 180 ഗ്രാം ആണ് ഗ്ലൂക്കോസിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ ഗ്രാം മോളിക്കുലാർ മാസ് ആൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇനി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും മോള്? വളരെ സിമ്പിളാണ്. നമ്പർ ഓഫ് GMM ഗ്രാം മോളിക്കുലാർ മാസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. എത്രയാണ് ഗിവൺ മാസ്? 180 ആണ്. ഗ്രാം മോളിക്കുലാർ മാസ് എത്ര തന്നെയാണ്? 180 ആണ്. ചെയ്യുമ്പോൾ 1 GMM എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? 180 ഗ്രാം ഞാൻ ഗ്ലൂക്കോസ് എടുക്കാൻ നേരത്ത് അതിനകത്ത് എത്ര? ഒരേ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ മാത്രമേ കാണൂ. അപ്പോൾ ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഗ്രാം മോളിക്കുലാർ മാസാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, ഒരു വസ്തുവിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിനകത്ത് എത്ര തന്നെയാണ്? അവോഗാഡ്രോ നമ്പർ തന്നെ കാണും. അപ്പോൾ ഇവിടെയും എത്ര തന്നെ കാണും? അവോഗാഡ്രോ നമ്പർ. അല്ലെങ്കിൽ ഈ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് ചോദിക്കുമ്പോൾ 1 × അവോഗാഡ്രോ നമ്പർ. ഇത് ചെയ്താൽ മതി. 1 × അവോഗാഡ്രോ നമ്പർ. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയുമ്പോൾ എത്രയാണ്? 1 × അവോഗാഡ്രോ നമ്പർ. ഓക്കെ. ഇനി അടുത്ത നമുക്ക് വേറെ കാൽക്കുലേഷൻ നോക്കാം. അത് നോക്കിയോ. 180 ഗ്രാം വാട്ടർ. ഇതൊരു മോളിക്യൂളാണെന്ന് അറിയാമല്ലോ. ഇനി ഞാനിവിടെ തന്നെ ആൾറെഡി പറയുന്നു GMM ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 18 ഗ്രാമാണ്. ഓക്കെ, 18 ഗ്രാമാണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ 180 ഗ്രാം വാട്ടർ എടുക്കുന്ന നേരത്ത് അതിനകത്ത് എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, അതിനകത്തുള്ള മോളിക്യൂളിൻ്റെ എണ്ണം അറിയണം. റൈറ്റ്. മോളിക്യൂളിൻ്റെ എണ്ണം, അതിനകത്തുള്ള ഓരോന്നിനകത്തുള്ള മോളിക്യൂളിൻ്റെ എണ്ണം. റൈറ്റ്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമ്പർ ഓഫ് GMM is equal to given mass divided by gram molecular mass. given mass നമുക്കറിയാം. എന്താണ് given mass? 180 ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് നമുക്കറിയാം 18. സമം ചെയ്യുമ്പോൾ എത്ര? 10 GMM എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത്, കൺസിഡർ ചെയ്യുക, ഞാൻ എടുത്തിരിക്കുന്നത് വാട്ടറാണ്. ഇത് വാട്ടറാണ്. എത്രയാണ്? 150 ഗ്രാം വാട്ടർ എടുത്തിരുന്നാൽ ഇതിനകത്ത് എത്ര വാട്ടർ ഉണ്ടാവും? 10 വാട്ടർ മോളിക്യൂൾ. അതായത് H2O 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അതിൻ്റെ ചോദ്യം എന്താണ്? അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര നോക്കി. ഇതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വേറെ ഒന്നും ചെയ്യേണ്ട. ഈ 10 ഒരെണ്ണത്തിനകത്ത് 6.022 ഉണ്ട്. അങ്ങനെ 10 എണ്ണത്തിനകത്ത് എന്തായിരിക്കും? 10 × അവോഗാഡ്രോ നമ്പർ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾ കിട്ടും. 10 × അവോഗാഡ്രോ നമ്പർ. എങ്ങനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ്, നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ്, എങ്ങനെയാണ് ഗ്രാം
നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂളാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഏതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, തന്നിരിക്കുന്ന മോളിക്യൂൾ ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം, തന്നിരിക്കുന്ന ആറ്റം ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാം. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്.